നടുവനാട് കൂട്ടായ്മയുടെ 4ാമത് വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 1 മുതൽ 5 വരെ നടുവനാട് PV നാരായണൻ മാസ്റ്റർ സ്മാരക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ജാതി മതചിന്തകൾക്കതീതമായി നടുവനാട് രൂപം കൊണ്ട കലാകായിക സാംസ്കാരിക കൂട്ടായ്മയായ നടുവനാട് കൂട്ടായ്മയുടെ 4ാമത് വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ 1 മുതൽ 5 വരെ നടുവനാട് PV നാരായണൻ മാസ്റ്റർ സ്മാരക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. കേരളത്തിലെ മികച്ച ടീമുകളെ അണിനിരത്തി നടത്തുന്ന ടൂർണമെന്റ് നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള ഒരുക്കത്തിലാണ് മലയോരത്തിലെ വോളിബോളിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന നടുവനാട് ഗ്രാമം. ജില്ലാ വോളി, വനിതാ വോളി, മേജർ വോളി എന്നിങ്ങനെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വനിതാ വോളിയിൽ സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട, സെന്റ് സേവിയേഴ്സ് കോളേജ് ആലുവ, അൽഫോൺസ കോളേജ് പാല, അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി എന്നീ ടീമുകൾ ഏറ്റുമുട്ടും. ജില്ലാ വോളിയിൽ ടാക്സ് മക്രേരി, IPM അക്കാദമി വടകര, പ്രസാദ് വെള്ളച്ചാൽ വോളി ടീം കണ്ണവം, ഭഗത് സിംഗ് അന്നൂർ ടീമുകൾ മാറ്റുരയ്ക്കും. മേജർ വോളിയിൽ സെന്റ് ജോർജ് കോളേജ് അരുവിത്തറ, PRNSS കോളേജ് മട്ടന്നൂർ, ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, ഹോളി ഗ്രേസ് അക്കാദമി മാള, SN കോളേജ് ചേളന്നൂർ, ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര എന്നീ ടീമുകൾ ഏറ്റുമുട്ടും. പാലിയേറ്റീവ് കെയറിനൊപ്പം നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സഹായവും പെട്ടെന്നുണ്ടാകുന്ന അപകട സമയങ്ങളിൽ ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതുൾപ്പെടെ കൂട്ടായ്മയിൽ നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഗ്രാമോത്സവം, സമൂഹ ഓണസദ്യ എന്നിവയൊക്കെ നടത്തി വിജയം കൈവരിച്ച കൂട്ടായ്മ നാടിനാകെ അഭിമാനമാണെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ PV മോഹനൻ, VK അനൂപ്, PR അഷ്റഫ്, C ഉസ്മാൻ, ബിജു വിജയൻ, PV സുനിൽകുമാർ, PV ബഷീർ, PM അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത് ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.